ഏതൊക്കെ അസോസിയേഷൻസിലാണ് ഇൻവോൾവ്? ഒന്ന് കേരള ഹജിറ മലയാളി അസോസിയേഷനിൽ, which is nearby. Okay. അതിലെ മെമ്പറാണ്. ആക്റ്റീവ് മെമ്പറാണ്. ആക്റ്റീവ് എന്ന് കൂടുതൽ പറയാൻ പറ്റില്ല. You have no പിന്നെ time. എല്ലായിടത്തും എല്ലാ ഇതിലും പങ്കെടുക്കാറുണ്ട്, എല്ലാ പ്രോഗ്രാമുകളിലും. അത്രത്തോളേ ഉള്ളൂ. അത്രേ കൂടുതലും. അത് ആദ്യം കമ്പനി വിട്ട് പുറത്തു വരാനുള്ള സമയം വേണം. പിന്നെ ഒത്തിരി ബുക്സ് വായിക്കാറുണ്ടെന്ന്. തീർച്ചയായിട്ടും. Who is the best author for you? ബെസ്റ്റ് ഞാൻ ശിവഖേരെ എനിക്ക് നന്നായിട്ട് തോന്നിയത്. പിന്നെ ഫിലോസഫി സ്വാമി വിവേകാനന്ദന്റെയാണ് കൂടുതലും ബെസ്റ്റ് ആയിട്ട് തോന്നാറ്. അതെ. വേറെ ഇങ്ങനത്തെ ഈ ഫിലോസഫി അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ഉള്ള മാതിരി ബുക്സ് ആണ് വായിക്കുക, അല്ല അത് വേറെ എന്തെങ്കിലും ബുക്സ്? വേറെ ബുക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റഡി ബുക്സ് ആണ് ഞാൻ വായിക്കാറുള്ളത്. സ്റ്റഡി ബുക്സ് അബൌട്ട് ദി ബിസിനസ്, പ്രൈവറ്റ് കമ്പനി, എക്സെട്രാ എക്സെട്രാ. ഫൈൻ. സോ ഈ ഒരു ബിസിനസ്മാൻ, ഈ സക്സസ്ഫുൾ ബിസിനസ്മാന്റെ പുറകിൽ എപ്പോഴും ഒരു സപ്പോർട്ടീവ് ഫാമിലി കാണുമല്ലോ? തീർച്ചയായിട്ടും. എന്റെ വൈഫാണ് അത്. വൈഫാണ്? തീർച്ചയായിട്ടും. So what's her name when you got married? Leta. I got married in 1986. 1986. Okay. So she joined part of Rajendra Kumar. Yes, of course. Okay, from then on 86 അല്ലേ? തീർച്ചയായിട്ടും. 86 തൊട്ട് വൈഫിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും എന്നെ 100% സപ്പോർട്ട് ചെയ്യുമായിരുന്നു. വെരി ഗുഡ്. സോ ഇങ്ങനത്തെ ഒരു മോട്ടിവേറ്റും ചെയ്യുമായിരുന്നു. ഈ ഒരു സർട്ടിഫിക്കറ്റ് ISO-നെക്കാളും വലിയ സർട്ടിഫിക്കറ്റ്. എത്ര കുട്ടികളുണ്ട്? 2 പേര്. എന്തൊക്കെയാ ചെയ്യുന്നത്? മൂത്ത മകള് MCA ഫൈനൽ ഇയർ. എവിടെ തന്നെ ഉണ്ടോ? അല്ല, പൂനെയിലാണ് പഠിക്കുന്നത്. പൂനെയില് സിന്നഗഡ് കോളേജിൽ. മകൻ ഇവിടെ പഠിക്കുന്നു, ഇവിടെ സൂറത്തിൽ തന്നെ, സെക്കൻഡ് ഇയർ ഡിപ്ലോമ മെക്കാനിക്കൽ. അച്ഛന്റെ ഫീൽഡ് നെക്സ്റ്റ് ജനറേഷന് പാസ്സായി. അപ്പൊ മകൻ വന്നിട്ട് ഈ ബിസിനസ് കൊടുക്കണം എന്നുള്ള താല്പര്യമുണ്ട്. കൊടുക്കണം എന്നുള്ള താല്പര്യം, എടുക്കണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും. എടുക്കണം എന്നുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ to carry your business. He want to support me. That's what. Likewise. I mean, yes. After you, next generation. Yes, of course, he will do that. I think he is ready for that. Yes. Okay, തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു ബിസിനസ്മാൻ, നല്ലൊരു മലയാളി, നല്ലൊരു ഫാമിലി മാൻ നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരള പ്രേക്ഷകർ ഒത്തിരി പേര് ഇപ്പൊ വെയിറ്റ് ചെയ്ത് കാണും, സാർ എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ള അഡ്വൈസ്, അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അത് കേൾക്കാനായിട്ട് ഒത്തിരി പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവർക്ക് പറയാനുള്ള അഡ്വൈസ് എന്താണ്? എനിക്ക് അവരോട് പറയാനുള്ള ന്യൂ കമേഴ്സ്, പ്രത്യേകിച്ചും പുറനാടുകളിലേക്ക് വരുന്നവർ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ കൂടുതൽ കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട്. ഇവിടെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർ ഭാഷ അറിയാതെ. അവിടെ ഹിന്ദി ഇല്ല, ഹിന്ദിയാണല്ലോ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ. പിന്നെ മറ്റുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ കൂടുതലും പിന്നെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും അതിൽ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവർ വരുന്നവർ ന്യൂ കമേഴ്സിന് പ്രധാനമായിട്ട് അവർ ശരിക്കും ഒരു ഡിവോട്ടഡ് സർവീസ്, ഏതൊരു സർവീസ് ജോലി ചെയ്യാനും വേണം, ബിസിനസ് ചെയ്യാനും വേണം. അപ്പോൾ അതില്ലാത്തടത്തോളം കാലം പരിപൂർണമായിട്ട് ശ്രദ്ധ ചെലുത്തുക എന്ത് ജോബ് ചെയ്യുന്നതിനകത്ത്. അതിന് ഡിവോട്ടഡ് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഡെഡിക്കേഷൻ, യെസ്, എന്നാൽ മാത്രമേ ആർക്കും സക്സസ് ആവാൻ പറ്റുള്ളൂ. അല്ലാതെ സക്സസ് ആവുന്നത് ഒന്നും നിലനിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും. ബിക്കോസ് ഒരു രാവിലെ ഒരു 9 മണിക്ക് ജോലിക്ക് പോയിട്ട് 6 മണിക്ക് എപ്പോഴാ വീട്ടിൽ പോവാ എന്ന് പറയുന്ന ആ മെന്റാലിറ്റി വർക്ക്ഔട്ട് ആവില്ല. എന്റെ അടുത്ത് തന്നെ അത്തരം കുറച്ച് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ വിട്ടുപോയി. അപ്പൊ ഞങ്ങളുടെ കമ്പനികളൊക്കെ മാക്സിമം ഒരു 11 hours വർക്ക് ചെയ്യും. അപ്പൊ അതിൽ ബ്രേക്കും മറ്റുള്ളതെല്ലാം ഉണ്ടായിരിക്കും. അവര് 8 hours ജോബ് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു പോയി. ഇവിടത്തെക്കാളും കുറവ് ശമ്പളത്തിന് അതാണ് ഞങ്ങൾക്ക് സുഖം എന്ന് ധരിച്ചു പോയി. അവരങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ അത് അവരുടെ ഓരോ ചിന്താഗതികളാണ്. ഡിഗ്രി എഞ്ചിനീയേഴ്സ് ആണ്. അതാണ് അവരുടെ ഫ്യൂച്ചർ. ഇറ്റ് വിൽ ബി റിയലി എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ബിക്കോസ് you have to dedicate yourself. They don't want to work more actually. That's what നമ്മളെ അമേരിക്കൻ കൾച്ചർ ആണ് ഇപ്പൊ ഇവിടെ. After 8 hours they want to enjoy the life actually. Okay. സാർ വന്നിട്ട് ഇത്രയും നല്ല ഭംഗിയായിട്ട് എന്താ പറയുന്ന ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പാട്ടില് എനിക്ക് വളരെ താല്പര്യമുണ്ട്. എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. മ്യൂസിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പാടാൻ ഇൻട്രസ്റ്റ് ഇല്ല? പാടും. അങ്ങനെ പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒരു 2 വരി നമ്മൾ 2 വരി പാടുക നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. നന്നായി പാടും. മകൻ അവിടുന്ന് പറയുന്നുണ്ട് സാർ അദ്ദേഹം നന്നായി പാടും. വരികൾ തെറ്റുണ്ടോ എനിക്കറിയില്ല. ഒരു കുഴപ്പമില്ല. വാഗപ്പൂമണം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ.
വാഗപ്പൂമണം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വീരൽ ഞൊടിച്ചു വിളിച്ച നേരം വീരൽ കടിച്ചവളരികിൽ വന്നു വിധുവധനയായി വിവശയായവളരികിൽ നിന്നു നാണം കുണുങ്ങി നിന്നു. വാഗപ്പൂമണം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വളരെ നന്നായിട്ട് പാടി, എ ഗുഡ് സിംഗർ. സോ കേരള വിഷൻ പ്രേക്ഷകർക്ക് ഇപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷമായി കാണും. ബിക്കോസ് ഒരു ബിസിനസ് മാൻ ഒരു സിംഗർ ആയിട്ട് കൂടി മാറ്റി ഈ പ്രോഗ്രാം കാണാൻ പറ്റിയതില്. സോ സ്റ്റേജ് പെർഫോമൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇനി കോൾസ് വരും ചിലപ്പോ സ്റ്റേജ് പെർഫോമൻസ്. എനിവേസ്, ഇത്രയും നേരം ഈ എവിടെ പോവാൻ നിൽക്കുന്ന ഈ തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്തതിൽ വി ആർ റിയലി വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നന്ദി, നമസ്കാരം. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ ഈ എപ്പിസോഡിൽ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ പലതും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് രാജേന്ദ്ര കുമാർ, ദി ഓൺടർപ്രണർ, അദ്ദേഹം പറയുന്നത് മേ ബി വർക്ക് ഓർ മേ ബി ബിസിനസ്, യു ഹാവ് ടു ഫോളോ എ ഡെഡിക്കേഷൻ വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തം കൊടുക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിച്ച് വാസ് ദ റൈറ്റ് ആൻഡ് കറക്റ്റ് തിങ് ആക്ട് ഫോർ എ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യന് ഏറ്റവും വലിയ സാധനം അതാണ്, ഡെഡിക്കേഷൻ. ആത്മാർത്ഥതയോട് കൂടി ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിൽ സക്സസ് ഇസ് ഓൾ അവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം ജസ്റ്റ് കൺക്ലൂഡിംഗ് ദിസ് എപ്പിസോഡ് ഹിയർ ആൻഡ് മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അൻടിൽ ദെൻ ഇറ്റ്സ് മീ സ്മിത. ബൈ. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്: പെനിസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഐ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ, ഹു ഫൗണ്ടഡ് പെനിസിലിൻ? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുക. നന്ദി. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.